പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവന ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ബാനറോ പോസ്റ്ററോ വെച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കില്ല എന്നും ആശുപത്രികളിലെ പൊതിച്ചോർ വിതരണം അവസാനിപ്പിക്കും എന്നുമാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അത് വിവാദമായപ്പോൾ പിന്നീട് അദ്ദേഹം തിരുത്തുകയും അതിന് വിശദീകരണം നൽകുകയുമുണ്ടായി. അദ്ദേഹം വിശദീകരണം നടത്തിയത് ആലപ്പുഴയിലെ സർക്കാർ ആശുപത്രിയുടെ സ്ഥലം രാഷ്ട്രീയ പാർട്ടികൾ കയ്യേറിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയതെന്നും പൊതിച്ചോർ വിതരണത്തെക്കുറിച്ചല്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്നിരുന്നാലും ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രൈവറ്റ് ആശുപത്രിയിലെ ചികിത്സാ ചിലവ് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഫ്രീ ആയിട്ട് മികച്ച ചികിത്സ നൽകുന്ന സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. സർക്കാർ ആശുപത്രി എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണപ്പെട്ടവൻ്റെ ഒരു അഭയകേന്ദ്രം എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. സർക്കാർ ആശുപത്രികളിൽ പോകുന്ന ഒരു സാധാരണക്കാരന് സാമ്പത്തിക ചെലവ് വരുന്നില്ല എന്നതല്ല, ആ ഹോസ്പിറ്റലിൽ സർക്കാർ ആശുപത്രികളിൽ ലഭിക്കുന്ന ചികിത്സയും ടെസ്റ്റുകളും അതിന് പൈസ മുടക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ അവിടെ കിട്ടാത്ത ടെസ്റ്റുകളും അതേപോലെ മരുന്നുകളൊക്കെ പുറത്തുനിന്നും വാങ്ങേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു രോഗി അഡ്മിറ്റായിട്ട് ചികിത്സ ലഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആശുപത്രിക്ക് പുറത്തുനിന്നും വാങ്ങേണ്ട മരുന്നുകളും നടത്തേണ്ട ടെസ്റ്റുകൾക്കും ഭാരിച്ച പൈസ ചിലവാകുന്നൊരു സാഹചര്യമാണ്. അതിൻ്റെ കൂടെയാണ് ആ രോഗിക്കും ആ രോഗിയുടെ കൂട്ടിരിപ്പുകാരായിട്ടുള്ള ആളുകൾക്കും ഭക്ഷണത്തിന് വേണ്ടി ചിലവാകുന്ന പൈസ. 3 നേരത്തെ ഭക്ഷണം 2 ആളുകൾക്ക് കൂട്ടി നോക്കിയാൽ ഒരു ദിവസത്തേക്ക് 500 രൂപയ്ക്ക് അടുത്ത് വരുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ കൂടെയാണ് ഈ പുറത്തുനിന്നും വാങ്ങേണ്ട മരുന്നുകളും ടെസ്റ്റിങ്ങിന് എഴുതി കൊടുക്കുന്നതിൻ്റെ ചിലവുകളും. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് ഭാരിച്ച ഒരു തുക തന്നെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ സർക്കാർ ആശുപത്രികളിൽ സംഘടനകളുടെ നേതൃത്വത്തിൽ കൊടുക്കുന്ന ഉച്ചഭക്ഷണം അത് അവർക്ക് വലിയൊരു ആശ്രയമാകുന്ന ഒരു സാഹചര്യമാണ്. കേരളത്തിൽ അത് മികച്ച രീതിയിൽ വിവിധ സംഘടനകൾ നടത്തുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് DYFIയും അതുപോലെ STPയും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ജീവകാരുണ്യ പ്രവർത്തനത്തെയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സർക്കാർ മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലും വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണം വിതരണം നടത്തുന്നുണ്ട്. ഒരു തർക്കവുമില്ലാതെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി വരുന്ന, അവിടെ അഡ്മിറ്റായി ചികിത്സ തേടുന്ന സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ആ ഒരു ഉച്ചഭക്ഷണം അവർക്ക് വലിയൊരു ആശ്വാസമാകുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെയായിട്ടുണ്ടായിട്ടുള്ളത്.
അത് ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കൊള്ളട്ടെ, അതിനെ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് ആ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട രോഗികളോടും ആ കൂട്ടിരിപ്പുകാരോടും ചെയ്യുന്ന കൊടും ചതിയാണെന്ന് മാത്രമാണ് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങൊരു കാര്യം മനസ്സിലാക്കണം. ഈ സംഘടനകളുടെ കൈകളിലേക്ക് ഓരോ വീട്ടിൽ നിന്നും പൊതിച്ചോറ് നൽകുമ്പോൾ അവർക്ക് കൃത്യമായിട്ടറിയാം അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ്, ഏത് സംഘടനയുടെ ആളുകളാണ് എന്നുള്ള സംഗതികളൊക്കെ. ഇപ്പോൾ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ DYFIക്കാരുടെ കയ്യിൽ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. DYFIക്കാരായിട്ടുള്ള ആളുകൾ SDPIക്കാരുടെ കയ്യിൽ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൊതിച്ചോറിൽ ആരും രാഷ്ട്രീയം കലർത്തുന്നില്ല. അത് വിതരണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നടത്തുന്ന സംഘടനയ്ക്ക് അവർക്ക് അവർ നടത്തുന്നതിൻ്റെ ഒരു ക്രെഡിറ്റ് അവരുടെ സംഘടനയ്ക്കോ രാഷ്ട്രീയ പാർട്ടിക്കോ കിട്ടണം എന്നുള്ള ഒരു താല്പര്യമുണ്ടാകും. അവർ ഒരുപാട് പ്രയത്നിച്ചാണ് ഈ ഒരു പൊതിച്ചോറ് ഓരോ വീടുകളിൽ നിന്നും അവർ കളക്ട് ചെയ്യുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. ഏതൊരു സംഘടനയെ എടുത്താലും ഭൗതികമായ ചില താല്പര്യങ്ങളും ചില നേട്ടങ്ങളും അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകും. അതിനെയെല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഈ പൊതിച്ചോറ് വിതരണം ഓരോ ആശുപത്രിയിലും വരുന്ന സാധാരണപ്പെട്ട ആളുകൾക്ക് വലിയൊരു ആശ്രയവും വലിയൊരു ഉപകാരവുമായിട്ട് മാറുന്ന ഒരു സാഹചര്യമായിരുന്നു കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ സ്ഥലം ഒരു രാഷ്ട്രീയ പാർട്ടി കയ്യേറി എന്ന് പറഞ്ഞുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയെ അവർ നടത്തിയിട്ടുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ട് ആ വസ്തു പിടിച്ചെടുക്കുന്നതിന് പകരം കേരളത്തിലെ പാവപ്പെട്ട രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാരായിട്ടുള്ള ആളുകൾക്കും സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്ന ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഉച്ചഭക്ഷണത്തെ എന്തിൻ്റെ പേരിലായാലും ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് അങ്ങ് വലിച്ചിഴച്ചത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. കേരളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന അങ്ങ് പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് കൃത്യമായ ബോധ്യത്തോടുകൂടി അത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിനെ തടയുന്ന രീതിയിലേക്ക് മാറ്റാതെ ജനോപകാരപ്രദമാകുന്ന രീതിയിലേക്ക് അങ്ങയുടെ പ്രസ്താവനകൾ മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഈ സംഘടനകൾ പൊതിച്ചോറ് വിതരണം നടത്തുന്നത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അങ്ങ് നിർത്തലാക്കുകയാണെങ്കിൽ അതിന് ബദൽ സംവിധാനം കാണാനുള്ള ഇച്ഛാശക്തി അങ്ങേക്കും അങ്ങ് ഉൾക്കൊള്ളുന്ന സർക്കാരിനും ഉണ്ടാകണം. ഈ പൊതിച്ചോറ് വിതരണം നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു സംവിധാനമാണെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ചെലവിൽ ആരോഗ്യവകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഫ്രീ ആയിട്ട് ഉച്ചഭക്ഷണം വിതരണം ചെയ്യാനുള്ള ഒരു നടപടി അങ്ങ് കൈക്കൊള്ളണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങ് ഇതുപോലുള്ള വിവാദ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്നും പിന്മാറണം എന്നും ഈ പൊതിച്ചോറ് വിതരണത്തിൽ
അത് നല്ലൊരു പദ്ധതിയായി കണ്ട് അങ്ങ് അതിന് വേണ്ട സഹായങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വേണ്ട സഹായങ്ങൾ ആ പൊതിച്ചോറ് വിതരണം നടത്തുന്നവർക്ക് ചെയ്തു കൊടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു.